തമിഴ് സ്റ്റൈലായിട്ടുള്ള സാമ്പാർ സാദം നമ്മൾ കേരളത്തിലും അത്യാവശ്യം എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ഇന്ന് റേഷനരി വെച്ചിട്ട് സാമ്പാർ സാദം ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി കേട്ടോ. ഒരു ബൗൾ റേഷനരിയും അര ബൗൾ പരിപ്പാണ് എടുത്തേക്കണേ കേട്ടോ. ഇത് രണ്ടും കൂടി നല്ലപോലെ കഴുകി അരമണിക്കൂർ കുതിർക്കാൻ വെച്ചേക്കാണ് കേട്ടോ. ഇനി അത് കുതിർത്തതിന് ശേഷം ഞാൻ വെള്ളം കളഞ്ഞ് കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് ഒരു പിടി ഉള്ളിയും പിന്നെ ഒരു തക്കാളിയും 2 പച്ചമുളകും ഒരു ക്യാരറ്റും ഒരു വഴുതനങ്ങയും സാമ്പാർ പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയാണ്. പിന്നെ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒരു 2.25 ഗ്ലാസ് വെള്ളമാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അതും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിലാണ് അടുപ്പിക്കേണ്ടത്. ഒരു വലുതും ഒരു ചെറുതുമാണ് അടുപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതേ വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞ് ഞാൻ ആവി കളഞ്ഞിട്ട് എടുത്തു കേട്ടോ. നല്ലപോലെ വെന്തണ്ട്. ഇനി തുറന്ന് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിളച്ച് വന്നു കഴിഞ്ഞാൽ പുളിവെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം. നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്തിരിയും കൂടി ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് പാകമൊക്കെ നോക്കിയിട്ട് നല്ലപോലെ ഇളക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ച ശേഷം പാൻ അടപ്പത്ത് വയ്ക്കുക കേട്ടോ. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക്, ഉലുവ, ജീരകം ഇതൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് കായപ്പൊടി ഒരു പിഞ്ചിടുക. പിന്നെ വെളുത്തുള്ളി, വറ്റൽമുളക്, വേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട ശേഷം അത് ഇറക്കി വയ്ക്കുക. ഇനി അത് സാമ്പാർ സാദത്തിലേക്ക് താളിച്ചൊഴിച്ച ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇത് നമുക്ക് കഴിക്കാം. നമ്മുടെ സാമ്പാർ സാദം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മറ്റരികൾ വെച്ച് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് തന്നെ നമുക്ക് റേഷനരി കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റേഷനരി കൊണ്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ.